الله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا أطيعوا الله وأطيعوا الرسول ولا تبطلوا أعمالكم إن الذين كفروا وصدوا عن سبيل الله ثم ماتوا وهم كفار فلن يغفر الله لهم ولا تهنوا وتدعوا إلى السلم وأنتم الأعلون والله معكم ولئن يتركم أعمالكم إنما الحياة الدنيا لعب ولهو وإن تؤمنوا وتتقوا يؤتيكم أجوركم ولا يسألكم أموالكم صدق الله العظيم. ബഹുമാനരായ സഹോദരീ സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ മാനിച്ചുകൊണ്ട് സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് എന്നോടെന്ന പോലെ നിങ്ങളോടും ആദ്യമായി ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. റമദാൻ നമ്മളെ വിട്ടുപിരിഞ്ഞുപോയി. അനുഗ്രഹത്തിൻ്റെ മാസം, ക്ഷമയുടെ മാസം, പിശാചിന്റെ പ്രവർത്തനങ്ങളെ ചങ്ങലക്കെടുത്തുന്ന മാസം, സ്വർഗകവാടങ്ങൾ തുറന്നിരുന്ന മാസം, ബദറിന്റെ മാസം, ലൈലത്തുൽ ഖദ്റിന്റെ മാസം, ദാനധർമ്മങ്ങളുടെ മാസം, ഖുർആനോദലുകളുടെ മാസം, തറാവീഹിന്റെ മാസം, അങ്ങനെ ഒരുപാട് സിഫത്തുകൾ ആ പുണ്യമാസത്തിനുണ്ടായിരുന്നു എന്ന് നമുക്കറിയാം. തീർച്ചയായും അത് ഉപയോഗപ്പെടുത്തിയവൻ ഏറ്റവും വലിയ ഭാഗ്യവാനാണ്. അതിലെ നമ്മുടെ എല്ലാ അമലുകളും അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിച്ച് നമുക്ക് ഉത്തമമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വളരെ ആത്മാർത്ഥതയോടുകൂടി റമദാനിൽ ചെയ്ത അമലുകളുടെ സ്വീകാര്യത ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്ത ഒരു സംഗതിയാണ്. പ്രവർത്തനം മാത്രം പോരാ, പ്രാർത്ഥനയും മാത്രം പോരാ, പ്രാർത്ഥനയും പ്രവർത്തനവും, പ്രാർത്ഥന സ്വീകരിക്കാനും പ്രവർത്തനം സ്വീകരിക്കാനുള്ള പ്രാർത്ഥനയും. അങ്ങനെ പ്രാർത്ഥനാമയമാണ് ജീവിതം എന്നുള്ളതാണ്. റബ്ബന തഖബ്ബൽ മിന്നാ ദുആന എന്നാണ് നമ്മൾ പറയാം. പടച്ച തമ്പുരാനെ, ഞങ്ങളുടെ പ്രാർത്ഥനകൾ നീ സ്വീകരിക്കണേ. അതും പ്രാർത്ഥനയാണ്. അതായത് പ്രാർത്ഥന വേണം, തുടർന്ന് പ്രവർത്തനം വേണം. പ്രാർത്ഥനയും പ്രവർത്തനങ്ങളും സ്വീകരിക്കാനുള്ള പ്രാർത്ഥനയും വേണം. അങ്ങനെ പ്രാർത്ഥനയ്ക്ക് മേൽ പ്രാർത്ഥനയായിട്ടാണ് യഥാർത്ഥത്തിലെ ജീവിതത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല സംവിധാനിച്ചിരിക്കുന്നത്. മനുഷ്യന് അത്രേ ചെയ്യാൻ സാധിക്കുകയുള്ളൂ എന്നുള്ള ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും നിഷ്കളങ്കമായി തവക്കുൽ ചെയ്യുകയും പിന്നെ വരുന്നതൊക്കെ ക്ഷമയോടെ സഹനത്തോടെ സ്വീകരിക്കുകയും ചെയ്യുക. ഇതാണ് മനുഷ്യന് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും അങ്ങേയറ്റത്തെ സംഗതി. കാര്യങ്ങളുടെ നിയന്ത്രണം അല്ലാഹുവിന്റെ കയ്യിലാണ്. അവനാണ് തീരുമാനിക്കുന്നത്. അവൻ തീരുമാനിച്ചാലേ പറ്റൂ എന്ന് നമുക്ക് ലേശം ആലോചിച്ചാൽ മനസ്സിലാകും. നമ്മൾ പറയുന്ന സംഗതികളൊക്കെ അല്ലാഹു തആല ആ നിലയ്ക്ക് അങ്ങനെ സാധിച്ചു തരികയാണെങ്കിൽ ഈ ലോകം തന്നെ നിലനിൽക്കില്ല എന്നുള്ളതാണ്. മനുഷ്യ മനസ്സങ്ങനെയാണ്. എൻ്റെ ആശകള്, എൻ്റെ താല്പര്യങ്ങള്, എൻ്റെ ആഗ്രഹങ്ങള് ഒക്കെ പലപ്പോഴും തൊട്ടടുത്തവൻ്റെ ആഗ്രഹങ്ങളുമായി ഏറ്റുമുട്ടുന്നതായിരിക്കും. അല്ലെങ്കിൽ അവൻ്റെ അഭിമാനത്തെ വ്രണപ്പെടുത്തുന്നതായിരിക്കും. അല്ലെങ്കിൽ അവൻ്റെ അവകാശത്തെ ഹനിക്കുന്നതായിരിക്കും. ഓരോരുത്തരും ആലോചിച്ച് നോക്കിയാൽ മനുഷ്യനൊരു മാത്സര്യ ബുദ്ധിയുണ്ട്. അതുപോലെ തന്നെ എനിക്ക് മുന്നേറണമെന്നുള്ള ഒരു താല്പര്യമുണ്ട്, എനിക്ക് സുഖിക്കണം എന്നൊരു താല്പര്യമുണ്ട്. അപ്പൊ നമ്മുടെ സുഖം മാത്രം ലക്ഷ്യം വെക്കുന്ന മനസ്സിന്റെ വികാരങ്ങളുമായി ജീവിക്കുന്ന ഒരാളിന് നമുക്കറിയാം. ബസ്സിൽ കയറുമ്പോൾ ചെറുപ്പക്കാരുണ്ടാവും, നല്ല വയസ്സന്മാരായ ആളുകൾ കാലും കയ്യും കൊണ്ട് നേരെ നിൽക്കാൻ വേദന പിടിച്ച് അവിടെ സീനിയർ സിറ്റിസനൊക്കെ എഴുതിയിട്ടുണ്ടാവും. അവിടെ ചെറുപ്പക്കാരവിടെ കയറിയിട്ടുണ്ടാവും. ഈ വയസ്സന് അവശനാണ് എന്ന് അവൻ അറിയുണ്ടാവും. പക്ഷേ ഒരല്പം ദയ കാണിക്കാൻ പലപ്പോഴും ആ ചെറുപ്പക്കാരൻ മനസ്സിലാവില്ല. അവനത് മനസ്സിലാവണമെങ്കിൽ അവൻ അതുപോലെ വയസ്സനാവണം എന്ന ഒരവസ്ഥയിലേക്കാണ് സംഗതി നീങ്ങുന്നത്. അതായത് അയാളെ ഒന്ന് എഴുന്നേറ്റ് കൊടുത്താൽ അവിടെ ഇരിക്കും. അതായത് എനിക്ക് എന്റെ സുഖം എന്നതാണ് അതിലെ പ്രധാനപ്പെട്ട വിഷയം. റോഡിലൂടെ പോകുന്നു, ഒന്ന് ഒതുങ്ങിപ്പോയി കഴിഞ്ഞാൽ മറ്റൊരു ട്രാഫിക് വലിയ കുഴപ്പമില്ലാതെ പോകും. നമ്മൾ വണ്ടി ഒന്ന് അടിച്ചണ്ട് പോകുമ്പോൾ മറ്റൊന്ന് ബേജാറായി വിറച്ച് വരേണ്ട ഒരവസ്ഥ. അപ്പൊ എന്റെ റോഡ് എനിക്ക് സുഖിക്കണം. അത് എല്ലാ തരത്തിലും ബസ്സിൽ സീറ്റിലിരുന്ന് പോകണത്തായാലും തുപ്പെടുത്തായാലും ഒരാൾ ബസ്സിൽ അല്ലെങ്കിൽ വാഹനത്തിൽ പള്ളിയിൽ എഴുതാനും തുപ്പി കൊടുക്കാം. അപ്പോൾ എനിക്ക് അത് അപ്പുറം കുറച്ച് അങ്ങോട്ട് നടന്ന് അവിടെ പോയി തുപ്പാനുള്ള വിഷമം കൊണ്ട് ഇരുന്ന് നടത്തുന്ന ഒരു സ്പൈറ്റ് ചെയ്യാവുന്നതാണ്.
അതിന് ജനലിലൂടെ തുപ്പരുത് എന്ന് എഴുതി വെക്കേണ്ടി വരും. അപ്പൊ എന്ന് പറഞ്ഞാൽ ഇവിടെയൊക്കെ വളരെ ചെറിയ ലോലമായ തലങ്ങളിൽ, വൈയക്തികമായ ചെറിയ ചെറിയ തലങ്ങൾ മുതൽ അന്താരാഷ്ട്ര തലം വരെ നോക്കിക്കഴിഞ്ഞാൽ വ്യക്തി അവന്റെ സുഖം, കുടുംബം അവരുടെ സുഖം, സമൂഹം അവരുടെ സുഖം, ഗോത്രം അവരുടെ സുഖം, സമുദായം അവരുടെ സുഖം, അവരുടെ മേന്മ, അവരുടെ മെച്ചം, ഇത് ലക്ഷ്യം വെച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു മനസ്സ് മനുഷ്യനുണ്ട് എന്നുള്ളതാണ്. അപ്പൊ ആ മനസ്സുള്ളപ്പോ സ്വാഭാവികമായിട്ടും മനുഷ്യന്മാരുടെ താല്പര്യങ്ങൾ വിരുദ്ധങ്ങളായിരിക്കും, ആഗ്രഹങ്ങൾ വിരുദ്ധങ്ങളായിരിക്കും. പടച്ച തമ്പുരാനെ എനിക്ക് ഇന്ന സൗകര്യങ്ങൾ തരണേ, ഇന്ന ആഗ്രഹങ്ങൾ പൂർത്തീകരിച്ചു തരണേ, അഭിലാഷങ്ങൾ പൂർത്തീകരിച്ചു തരണേ എന്നാണ്. ഇപ്പൊ ഒരു വളരെ സാധാരണ നിത്യജീവിതത്തിലെ സാധാരണ സംഭവം പറയാം. ഒരു മനുഷ്യൻ, അയാളുടെ വീട്ടിന്റെ അയൽക്കാലത്ത് ഒരു പെണ്ണുണ്ട്, അയാളുടെ കല്യാണം കഴിക്കുന്നതാണ്. ഒരു ദ്വാരകനെ പടച്ച തമ്പുരാനെ അവളെ എനിക്ക് വിവാഹം കഴിച്ചത് തെറ്റാണെന്ന് പറയല്ല, അതങ്ങനെ തന്നെ ശരിയാണ്. ഓൾക്കാണെങ്കിൽ അവനെ കണ്ണൂടാ, അതിനിഷ്ടമില്ല, അവളുടെ മനസ്സങ്ങനെയാണ്. ഇതെങ്ങനെ അള്ളാഹു തആല ഉടനെ തന്നെ സാധിച്ചു കൊടുത്ത എന്തായിരിക്കും സ്ഥിതി എന്നുള്ളത്. ഇത് ചെറിയ ചെറിയ സംഗതികളിലൂടെ ഇങ്ങനെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ പ്രാർത്ഥിക്കുന്ന എല്ലാ പ്രാർത്ഥനകളും അപ്പടി തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുകയാണെങ്കിൽ ഈ ലോകം നിലനിൽക്കില്ല എന്നാണ്. പ്രാർത്ഥന മാത്രമല്ല, നമ്മളെ ചില തേട്ടങ്ങളുണ്ട്. നമ്മള് മക്കളുണ്ടാവും, നല്ല മക്കള്, ഒരുപാട് ദ്വാരന്ന് നമ്മുടെ സംതൃപ്തിക്ക് ആനന്ദത്തിന് കിട്ടിയ മക്കള്. പക്ഷെ കുറച്ചങ്ങോട്ട് വലുതാകുമ്പോൾ കാണിക്കുന്ന ചില കുരുത്തുകൾ, പഠിച്ച തമ്പുരാണ് എന്തൊരു നാശം, ഇങ്ങനൊന്ന് ജനിക്കാതിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. എത്ര ആളുകൾ, എത്ര പ്രിയപ്പെട്ട പിതാക്കന്മാരും മാതാക്കന്മാരാണ് പറയുന്നത്, ഒരു നാശം എന്റെ കുടുംബം തകർക്കാൻ വേണ്ടി ഉണ്ടായതാണ്, നാശിച്ചുകൊള്ളും. അതൊരു പ്രാർത്ഥനയാണ്. അതല്ലാതെങ്ങാനും സ്വീകരിച്ചിരുന്നെങ്കിൽ എന്താകുമായിരുന്നു സ്ഥിതി എന്നുള്ളത്. അതുകൊണ്ട് പ്രത്യേക റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, സന്താനങ്ങൾക്കും സമ്പത്തിനും നാശത്തിനും വേണ്ടി ഒരിക്കലും നിങ്ങൾ പ്രാർത്ഥിച്ചു പോകരുത്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. അപ്പോ അത് പ്രാർത്ഥിച്ചു പോയാൽ എപ്പോഴാണ് അല്ലാഹു തആല നിങ്ങളെ പ്രാർത്ഥന സ്വീകരിക്കണമെന്നറിയില്ല. അപ്പോൾ പ്രാർത്ഥിച്ചു പോയാൽ നിങ്ങൾക്ക് തന്നെ ഹാനിയായതുണ്ടാവും. അപ്പൊ മനുഷ്യന്മാരുടെ മൊത്തം പ്രാർത്ഥന അല്ലാഹു തആല സ്വീകരിക്കാതിരിക്കലാണ് ഉത്തമമെന്ന് ബോധത്തോടെ നടക്കുന്നവർ മനസ്സിലാക്കാൻ സാധിക്കുന്നു. അപ്പൊ എന്താണ് പ്രാർത്ഥിക്കേണ്ടത് എന്നും അത് നമ്മളെ പഠിപ്പിക്കുന്നു. നമ്മളവിടെ പ്രാർത്ഥിച്ച് ചില കാര്യങ്ങൾ നമുക്ക് ഹൈറായിട്ട് തോന്നും. നിങ്ങൾക്കത് ഹൈറായി തോന്നുന്ന പല കാര്യങ്ങളും അതിന് നിങ്ങൾക്ക് ഷർറുണ്ടാവും. അതായത് നിങ്ങൾ ചില സംഗതികൾ അത് നിങ്ങൾ ഹൈറിലെത്തും, അത് നിങ്ങൾക്ക് ഹൈറായിരിക്കും. പക്ഷെ തക്റഹു അത് നിങ്ങൾ വെറുക്കുന്നതായിരിക്കും. തക്റഹുഷയും ഹൈറുല്ലക്കും, നിങ്ങൾ പ്രത്യക്ഷത്തിൽ വെറുക്കുന്നതായിരിക്കും. അതായത് രാവിലെ എഴുന്നേൽക്കണം, സുബഹി കൊടുക്കണം, നല്ല തണുപ്പുള്ള സമയം. ഇനി അങ്ങനെ അങ്ങോട്ട് ഡിസംബർ മാസമൊക്കെ വരണം. ഇപ്പൊ തന്നെ മഴ കൊണ്ട് കുറച്ച് തണുപ്പുണ്ടായിട്ടുണ്ട്. അപ്പോൾ നല്ല പ്രഭാതത്തിൽ കിടന്നുറങ്ങാൻ നല്ല ഒരു സുഖമുള്ള സമയം. അന്നേരം എഴുന്നേൽക്കണം, കുറച്ച് ജലദോഷം കൂടെ ഉണ്ടെങ്കിൽ വെള്ളം തൊടാനൊരു മടി ഉണ്ടാവും. അന്നേരം ഒതുകൊടുക്കണം, പിന്നെ നിസ്കരിക്കണം, പിന്നെ അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ കുറെ ചിട്ടകൾ അല്ലാഹു തആല നിശ്ചയിച്ചിട്ടുണ്ട്. അതൊക്കെ നമുക്ക് ഇഷ്ടമില്ല. തക്റഹുഷയും ചില കാര്യങ്ങൾ നിങ്ങൾ ഇഷ്ടമുണ്ടാവില്ല, പക്ഷെ അത് നിങ്ങൾക്ക് നന്മ ഉണ്ടാവും. കുറെ കാര്യങ്ങൾ നിങ്ങൾ ഇഷ്ടം, നല്ലോണം കിടന്നുറങ്ങുക, നല്ലവണ്ണം ഇഷ്ടമാണ് ഭോജനം ഇഷ്ടം പോലെ അടിക്കുക, നല്ല സ്വാദിഷ്ടമായ ഭക്ഷണമൊക്കെ വന്നു കഴിഞ്ഞാൽ വയറുമുട്ട മൂക്കുമുട്ട അടിച്ചു കളയാം. ആ നിലയ്ക്ക് അടിച്ച്, അതായത് മനുഷ്യന്റെ ശരീരത്തിന്റെ ഒരു താല്പര്യമാണ്. അപ്പൊ അന്ന് പറയുന്നത് അത്രയും തിന്നല്ലേ, ഒരു പകുതി വയർ തിന്ന് 4 പേർ വെള്ളം കുടിക്കുക, എന്നിട്ട് ബാക്കി ഒഴിച്ചിട്ട് എന്ന് പറഞ്ഞാല് അങ്ങനെ ഇഷ്ടമുണ്ടാവില്ല, അത് ഇഷ്ടമുണ്ടാവില്ല. അസൻ തക്റഹുഷയും അത് നമുക്കൊരു ഇഷ്ടമില്ല. പക്ഷെ അത് നിങ്ങൾക്ക് നന്മയുണ്ട്. ഒരുപാട് ഇങ്ങനെ വാരി തിന്നാല് റമദാൻ കഴിഞ്ഞ് ഇനിയിപ്പോ നമുക്ക് തീറ്റിയുടെ ആ ടാപ്പൊക്കെ തുറന്നു വിടാം എന്നൊന്നും ആരും വിചാരിക്കേണ്ടതില്ല എന്ന് സാന്ദർഭികമായി സൂചിപ്പിക്കുക. കാരണം നിങ്ങൾ ആവശ്യത്തിന് ഭക്ഷിക്കുക, കുടിക്കുക, വലാത്ത ശരീഫ് അത് നിങ്ങൾ അതിന് കവിയരുതെന്നാണ്. എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ശരീരത്തിന്റെ ഓരോന്നിനും എനർജി യൂട്ടിലൈസ് ചെയ്ത് ഫങ്ഷൻ ചെയ്താലേ മരിപ്പ എന്തെങ്കിലുമൊക്കെ വാരി തിന്നാല് അത് ദഹിക്കണമെങ്കിൽ കുറെ പണികൾ ഇവിടെ അതിനകത്ത് കിടക്കണം. അതിന്റെ ശാസ്ത്രീയ വശമൊന്നും ഞാൻ വിശദീകരിക്കാതെ തന്നെ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. അപ്പോ തലയിലേക്ക് ഭൗതിക പ്രവർത്തനങ്ങളിലേക്ക് പോകുന്ന എനർജി കൂടുതലായിട്ട് ഇങ്ങോട്ട് വയറ്റിലേക്ക് യൂട്ടിലൈസ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഈ തിന്നു കഴിഞ്ഞാൽ കുറെ കഴിഞ്ഞ മന്ദം പിടിച്ചാണ് ഇരിക്കുന്നത്. അപ്പൊ അതൊക്കെ ഒന്ന് കുറയ്ക്കാനാണ് ഈ വയറിന്റെ കുറച്ച് ബുദ്ധിയുടെ കൂടുതൽ ഷാർപ്പ് വർക്കിങ്ങിന് വേണ്ടിയാണ് ഈ റമദാൻ മാസം ഉപയോഗിക്കാൻ പറ്റുന്നത്. അത് ഈ വിജ്ഞാനത്തിന്റെ മാസമാണ്. എല്ലാ പ്രവാചകന്മാർക്കും വേദഗ്രന്ഥം കൊടുത്ത മാസമാണ്. അതുകൊണ്ട് ഈ ക്ഷമയുടെ, സഹനത്തിന്റെ, കാരുണ്യത്തിന്റെ, പുണ്യത്തിന്റെ മാസം എന്ന് പറയുന്നതിന്റെ പുറം ഒരു സംഗതി കൂടെ അതിനുണ്ട്. ഞാൻ പലപ്പോഴും സൂചിപ്പിക്കേണ്ടായി. അത് വിജ്ഞാനത്തിന്റെ മാസമാണ്. ഈ വിജ്ഞാനം ഒരു അനുഗ്രഹമാണ്. ഖുർആൻ ഒരു അനുഗ്രഹമാണ്. അള്ളാഹ് തന്നെ അനുഗ്രഹമാണ്.
കതബ അലാ നഫ്സിഹി റഹ്മ. അള്ളാഹ് അനുഗ്രഹമാണ്. ആ അനുഗ്രഹം അള്ളാഹു സുബ്ഹാനഹു വ തആല വിജ്ഞാനമായിട്ട് മാറ്റി, ഇൽമായിട്ട് മാറ്റി. ആ ഇൽമ് എന്ത് ചെയ്ത് ജിബ്രീലിന്റെ കയ്യിലെത്തിച്ചു. ജിബ്രീൽ എവിടെ എത്തിച്ച് അത് മുഹമ്മദ് എന്ന് പറയുന്ന മറ്റൊരു കേന്ദ്രം. ആ കേന്ദ്രം സൃഷ്ടിയായ കേന്ദ്രമാണ്. സൃഷ്ടാവിന്റെ മഹാകാരുണ്യത്തിൽ നിന്ന് സൃഷ്ടികളിലേക്ക് സപ്ലൈക്ക് വേണ്ടി കാരുണ്യത്തിന്റെ തിരുദൂതന്റെ ഹൃദയത്തിലേക്ക് എത്തിച്ചു. നസല അലാ ഖൽബിക, നിന്റെ ഹൃദയത്തിലാണ് ഇറക്കിയത്. അവിടെ നിന്ന് നമുക്കിന്ന് സപ്ലൈ ഉണ്ട്. നമ്മൾ ആ സപ്ലൈ എന്ന ഖുർആൻ എന്ന് പറയുന്നത് നമ്മുടെ പാതിപത്യത്തിനും പുണ്യത്തിനും വേണ്ടി ഓതുന്ന ഖുർആൻ അത് കാരുണ്യമാണ്. അത് ജീവിതത്തിൽ പകർത്തണം എന്നുള്ളതാണ്. അപ്പോഴാണ് അതിന്റെ കാരുണ്യം, യഥാർത്ഥത്തിൽ കാരുണ്യം അനുഭവിക്കാനേ പറ്റൂ, പറഞ്ഞറിയിക്കാൻ പറ്റില്ല എന്നുള്ളത്. സ്നേഹം, കാരുണ്യം മുതലായവ മനുഷ്യന് അനുഭവിച്ചറിയാനേ പറ്റുള്ളൂ, പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അതിനൊരു അനുഭൂതിയുണ്ട്. അത് അനിർവചനീയമായ അനുഭൂതി, ഒരിക്കലും ഒരാളിന് വിശദീകരിക്കാൻ അനുഭൂതി. ആ അനുഭൂതിയുടെ അങ്ങേ തലക്കിലാണ് യഥാർത്ഥത്തിൽ സ്വർഗം നിൽക്കുന്നത് എന്നുള്ളതാണ്. ദുന്യാവില് മനുഷ്യന് മനസ്സിലാക്കാൻ പറ്റുന്ന തരത്തിൽ പറഞ്ഞ് അത് താഴ്ഭാഗങ്ങളുടെ അരുവികളൊക്കെ ഒഴുകുന്ന ഒരു ആനന്ദമുള്ള ഒരു ഇതുണ്ടല്ലോ, ഒരു പൂന്തോപ്പ്. അങ്ങനെ പൂന്തോപ്പ്, അവിടെ അരുവികളൊക്കെ ഒഴുകുന്നു. നിങ്ങൾ ആ പൂന്തോപ്പിന്റെ അറ്റത്ത് നല്ല മണിമേടെ ഇരുന്നാല് അതിങ്ങനെ കുളിർ കാറ്റടിക്കുമ്പോൾ എന്തൊരു മനോഹരമാണ് ആ രംഗം. എത്ര കുളിർമയാണ് നിങ്ങൾക്കുണ്ടാകുന്നത്. പ്രത്യേകിച്ച് മരുഭൂവാസികൾക്ക് ഈ കാര്യം പറഞ്ഞു കൊടുക്കുമ്പോൾ അവരിങ്ങനെ വെള്ളം കിട്ടാതെ, നല്ല കാറ്റ് കിട്ടാതെ, അതുപോലെ ചൂടൊന്നും കുറഞ്ഞു കിട്ടാതെ വിഷമിച്ചിരിക്കുന്ന ആ ആദ്യകാല ഖുർആനിക സംബോധിതരെടുത്ത് ഇങ്ങനെ പറഞ്ഞു കൊടുക്കുക. അതായത് നിങ്ങൾ കാണുന്ന മരുഭൂമി ഉണ്ടല്ലോ, ചൂടുള്ള കാറ്റ്, ഉഷ്ണത്തിലുള്ള കാറ്റ്, നിങ്ങളെ രോമങ്ങൾ കരിച്ചു കളയുന്ന കാറ്റ്. ഒരു കാറ്റടിച്ചു പോയി കഴിഞ്ഞാൽ കരിഞ്ഞ മണ്ണെടുക്കുമ്പോൾ ആളുകൾ കൈമണത്തോകും, കയ്യിലെ രോമം കരിഞ്ഞു പോയിരുന്നു. അതായത് 49-50 ഡിഗ്രി സെന്റിഗ്രേഡിലേക്ക് ചൂടെത്തി കഴിഞ്ഞാൽ കയ്യിലെ രോമങ്ങളൊക്കെ കഴിയാൻ തുടങ്ങും. ഒരു 55-60 ഡിഗ്രി ആണെങ്കിൽ തൊലി ഇങ്ങനെ ബൾജ് ചെയ്ത് ഇങ്ങനെ വരും. പിന്നെ നമുക്ക് നിൽക്കാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടാകും. കാരണം ഇന്റർനാഷണൽ റൂൾ പോലെയാണ്, 50 ഡിഗ്രിക്ക് താഴെ ആയി കഴിഞ്ഞാൽ ഈ സൈറ്റിൽ വർക്കേഴ്സിന് പണിയെടുക്കാൻ പറ്റും. അതുകൊണ്ട് ഗൾഫ് രാജ്യങ്ങൾ ചെയ്യുന്നത് മറ്റേ ഇത് തിരിച്ചു വെക്കലാണ്. കാരണം 49.5 നിൽക്കുള്ളൂ. 50 ഡിഗ്രി ആയി കഴിഞ്ഞാൽ അവർക്ക് വിത്തൗട്ട് വർക്ക് പേയ്മെന്റ് കൊടുക്കണം എന്നുള്ളതാണ്. അതൊരു ലേബർ റൂളാണ്. അപ്പൊ അതിനെ പറ്റിക്കാൻ വേണ്ടി 50 ഡിഗ്രി ചൂട് ആണ് എന്ന് വെച്ചിട്ടുള്ളത്. അപ്പൊ 50 ഡിഗ്രി ചൂടൊക്കെ ആവുമ്പോ അങ്ങനെ തപിക്കുന്ന ആ മരുഭൂമിയിലെ ചൂടേറ്റ് ജീവിക്കുന്ന പ്രവാചകന്റെ ശിഷ്യന്മാരോട് പറയാ, ഞങ്ങളൊന്ന് സങ്കല്പിച്ചു നോക്കുക, നല്ല പൂങ്കാവനം, അതിലൊരുപാട് തോട്ടങ്ങൾ, ആ തോട്ടങ്ങളില് നല്ല പഴങ്ങള്, ആ പഴങ്ങൾ അതിന്റെ ഇടയിലിടയിലേക്ക് ചെറിയ ഇടവെള്ളങ്ങള്, അവിടെ ഇങ്ങനെ നദികൾ ഇങ്ങനെ ഒഴുകുന്നു, അവിടെ നിന്ന് ഇങ്ങനെ കാറ്റടിക്കുന്നു, അവിടെ നല്ല കൊട്ടാരങ്ങൾ, ചെറിയ ചെറിയ ഔട്ട് ഹൗസുകൾ, കുന്നുകൾ, മിസ്കിന്റെ കുന്നെന്നാണ് പറയാം, അതായത് കസ്തൂരി കുന്ന്, അങ്ങനെ താഴ്വാകൾ, ഇതൊക്കെ ഉള്ള ഒരു സ്ഥലത്ത് നിങ്ങളെ ജീവിക്കാൻ, ഞാൻ നിത്യമായി ജീവിക്കാൻ, അവിടെ തുണ, സഹോദരങ്ങൾ, കുടുംബങ്ങൾ, അതുപോലെ സമൂഹം, അവിടെ പലതരത്തിലുള്ള ഏർപ്പാടുകൾ, വേദനയില്ല, വ്യസനമില്ല, യാതൊരു ഇഞ്ചക്ഷനും ഇല്ല. അതായത് തുമ്മുക, കാഷ്ടിക്കുക, മൂത്രഴിക്കുക, അങ്ങനെ എന്നുള്ളതൊന്നുമില്ല. വിയർപ്പാവും, അത് തന്നെ മണമുള്ള ഏറ്റവും നല്ല മനോഹരമായ ഒരു ജീവിത ചുറ്റുപാട്, ശാന്തിയുടെ, സമാധാനത്തിന്റെ മഹോന്നതമായ ചുറ്റുപാട്. ആ ചുറ്റുപാട് കാരുണ്യത്തിൻ്റെതാണ്. നിങ്ങളുടെ പിതാവിന് ആദ്യം നൽകിയിരുന്നത് അതാണ്. അവിടെ നിങ്ങൾക്ക് സുഖമായി ജീവിക്കാനുള്ള സൗകര്യം പിതാവിനും മാതാവിനും. അവിടെ നിന്നാണ് നിങ്ങളെ ഇങ്ങോട്ട് വിട്ടത്, തിരിച്ചങ്ങോട്ടാണ് ഇല്ല ദാറുസ്സലാം. അതാണ് ദാറുസ്സലാം എന്ന് പറയുന്നത്, ശാന്തിയുടെ ഗേഹം. ആ ശാന്തിയുടെ ഗേഹത്തിലേക്കാണ് നിങ്ങളെ വിളിക്കുന്നത്. ആ വിളിക്കുന്ന ശാന്തിയുടെ ഗേഹം നിങ്ങൾക്ക് സമ്മാനിച്ച അല്ലാഹു മഹാകാരുണ്യവാൻ തന്നെയല്ലേ? അതൊരു കരുണ തന്നെയല്ലേ? അത് പറയുന്ന ജ്ഞാനം കാരുണ്യം തന്നെയല്ലേ? അത് പറഞ്ഞുകൊണ്ട് നടക്കുന്ന പ്രവാചകൻ കരുണയുടെ തിരുദൂതൻ തന്നെയല്ലേ? അത് നിങ്ങൾ ഉൾക്കൊള്ളുമ്പോൾ നിങ്ങൾക്ക് ആ കാരുണ്യത്തിന്റെ കുളിർമ അനുഭവിക്കാനാവുന്നില്ലേ? അത് നിങ്ങളുടെ സഹോദരനുമായി പങ്കുവെക്കുമ്പോൾ ആ കാരുണ്യം കൂടുന്നില്ലേ? ഈ കാരുണ്യത്തെ തട്ടിത്തകർക്കുന്ന, നശിപ്പിക്കുന്ന, നിങ്ങൾ ഇതിന് അർഹരാണോ എന്ന് പരീക്ഷിക്കാനുള്ള ഒരു പൈശാചിക ദൗർബോധനത്തിന്റെ സംവിധാനം നാം ഇവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങൾ ബി വെയർ ഓഫ് ദാറ്റ്. എപ്പോഴും അതിനെക്കുറിച്ച് നിങ്ങൾ ബോധവാന്മാരായിരിക്കണം. ഇന്നഹു അദുവ്വുൻ ലക്കും, അവൻ നിങ്ങൾക്ക് ശത്രുവാണ്. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല കുറെ ആളുകളെ സൃഷ്ടിച്ച് അവർക്ക് പ്രത്യേക അവരുടെ ഭാഗത്തുനിന്ന് അധ്വാനത്തിന്റെ ക്ലേശവും വിഷമവും സഹിക്കാതെ സ്വർഗത്തിലേക്ക് എടുത്താക്കണമെങ്കിൽ അതിനൊരു ആവശ്യമില്ലല്ലോ, അങ്ങനെ ഒരു സംവിധാനത്തിന് ആവശ്യമില്ല. അപ്പൊ സൃഷ്ടിച്ചതിന് ശേഷം
തെരഞ്ഞെടുപ്പിനൊരു സ്വാതന്ത്ര്യം തന്നു. ബുദ്ധിമുട്ടിയ ക്ലേശത്തിന്റെ പ്രയാസത്തിന്റെ വഴികളിലൂടെ കുറഞ്ഞ സമയം നടക്കാനുള്ള അവസരം തന്നു. അപ്പോ ഐബിൽ വിശ്വസിച്ചുകൊണ്ട് ഈ പ്രയാസങ്ങളെ ബുദ്ധിമുട്ടുകളെ തരണം ചെയ്തുകൊണ്ട് പോകാനുള്ളതാണ്. അതിനുള്ള ഒരു നല്ല ഒന്നാം തരം ട്രെയിനിങ് ആണ്, അതിനുള്ള ഒരു പരിശീലന പദ്ധതിയാണ്. ഈ മനുഷ്യ മനസ്സിന്റെ വികാരങ്ങളെ നിയന്ത്രിച്ചു നിർത്താനുള്ള പരിശീലന പദ്ധതിയായിരുന്നു. അതൊരു മാസം നീണ്ടു നിൽക്കുന്ന സുദീർഘമായ പരിശീലനം കഴിച്ചാണ് നമ്മൾ ഇരിക്കുന്നത്. ഉടനെ തന്നെ അങ്ങോട്ട് തിരിഞ്ഞു പോകരുത്. നിങ്ങൾ പരിശീലനം കഴിഞ്ഞിട്ട് ജീവിതത്തിൽ പ്രവേശിക്കുമ്പോൾ പരിശീലനത്തിന്റെ യാതൊരു തരത്തിലുള്ള ബെനിഫിറ്റും ഇല്ലാതെ നഷ്ടകാരികളിൽ പെട്ടുപോകരുത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വീണ്ടും ഇങ്ങനെ ആഹ്വാനം ചെയ്തു. യാ അയ്യുഹല്ലദീന ആമനൂ, അല്ലയോ സത്യവിശ്വാസികളെ, അത്തിയുല്ലാഹ വ അത്തിയുർ റസൂല, അല്ലാഹുവിനെയും അവന്റെ ദൂതനെയും നിങ്ങൾ അനുസരിക്കുക. അതായത് പൂർണ്ണമായ സമ്പൂർണമായ അനുസരണമാണ്. നമസ്കരിക്കുന്നതോടൊപ്പം തന്നെ, നോമ്പ് പിടിക്കുന്നതോടൊപ്പം തന്നെ, സദഖ കൊടുക്കുന്നതോടൊപ്പം തന്നെ, ഖുർആൻ ഓതുന്നതോടൊപ്പം തന്നെ മാന്യമായുള്ള പെരുമാറ്റം, ഇടപാടുകളിൽ, കൊടുക്കൽ വാങ്ങലുകളിൽ, മറ്റു സംഗതികളിൽ, കുടുംബ ബന്ധങ്ങൾ സ്ഥാപിക്കുന്നതിൽ, സാമൂഹ്യ രാഷ്ട്രീയ സദാചാര ധാർമ്മിക മേഖലകളിലുള്ള പ്രവർത്തനങ്ങളിലൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് ജീവിക്കണം. കുറെ നിങ്ങൾ പാലിക്കുക, കുറെ പാലിക്കാതിരിക്കുക, അത് പടച്ചവനെ കളിയാക്കണമെന്ന് പറയണം. കുറച്ച് കാര്യങ്ങൾ, ഞാൻ എന്റെ പള്ളിയിൽ പോണ കാര്യം ഒക്കെ അള്ളാഹ് പറഞ്ഞ പോലെ പള്ളിയിൽ പോകും. നോമ്പൊടിക്കണമെന്നും അള്ളാഹ് പറഞ്ഞ പോലെ പള്ളിയിൽ പോകും, നോമ്പൊടിക്കും. സക്കാത്ത് കൊടുക്കണമെന്ന് വലിയ കുഴപ്പമില്ല, എനിക്ക് പൈസ ഉള്ളതുകൊണ്ട് എത്ര 2.5 ശതമാനം നോ പ്രോബ്ലം, അത് ഞാൻ കൊടുത്തു. പക്ഷേ കച്ചവടം ചെയ്യുമ്പോണ്ടല്ലോ അതെന്റെ ചില പ്രശ്നങ്ങളും സാമൂഹിക ചുറ്റുപാട്, ഇങ്ങനത്തെ രാജ്യത്തെ കാര്യങ്ങളും നിയമങ്ങൾ, അതുകൊണ്ട് എന്റെ ചില പ്രത്യേകമായ ദീൻ അവിടെ ഉണ്ട്. അതുകൊണ്ട് ഞാൻ ആ കാര്യത്തിൽ എന്റേതായ ചില സമീപനങ്ങളാണ് സ്വീകരിക്കുന്നത്. എത്രയോ ആളുകളുണ്ട് രാഷ്ട്രീയ സമീപനം സ്വീകരിക്കും. അവിടെ രാഷ്ട്രീയത്തിൽ നിൽക്കണമെന്ന് അല്ല നോക്കൂലല്ലോ, അവിടെ എന്ത് തോന്നിയ സ്വഭാവം എന്നുള്ളത് എനിക്ക് ഏതിന് പെരുമാറാം. അതുപോലെ കൊടുവാൾ, എനിക്ക് നഷ്ടം വരുമ്പോ ഞാൻ പടച്ചോനെ മാറ്റിവെക്കും, എനിക്ക് ലാഭം വരുമ്പോ ഞാൻ പടച്ചോനെ ഭയങ്കര പടച്ചോനെ കുറിച്ചുള്ള പ്രതാപം വാഴ്ത്തുന്ന തരത്തിലായിരിക്കും. നമ്മൾ ഓരോ സംഗതി ഇങ്ങനെ പരിശോധിച്ച് നോക്കി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും ജീവിതത്തിന്റെ ചില കാര്യങ്ങൾ അള്ളാഹ് പറഞ്ഞത് കണ്ണടച്ചാളെ. ജീവിതത്തിന്റെ ചില കാര്യങ്ങൾ എന്റെ മകളെ കല്യാണം കഴിക്കുമ്പോൾ അതിപ്പോ അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞതുപോലെ അന്നത്തെ അറേബ്യയിലെ ആ സംവിധാനം അനുസരിച്ച് ചെയ്യുകയാണെങ്കിൽ എന്റെ നാട്ടിലെ സ്റ്റാറ്റസിന് വലിയൊരു പ്രശ്നം തന്നെയാണ്. ഇങ്ങനെയുള്ള സംഗതികൾ ഇത്ര ആളുകളൊക്കെ വിളിക്കണ്ടേ. അപ്പൊ അതുകൊണ്ട് അതിനനുസരിച്ചുള്ള, ഞാൻ ഈ സമൂഹത്തിൽ ഒരു ഉയർന്ന ആളായതുകൊണ്ട് അനുസരിച്ചുള്ള ഏർപ്പാട് കാര്യങ്ങളൊക്കെ വേണ്ടേ. അപ്പൊ അവിടെ തൽക്കാലം ദീനിന്റെ കാര്യം ആവശ്യമില്ല. ഞാൻ കാർ വാങ്ങുമ്പോൾ അത് അങ്ങനെ തന്നെയാണ് എന്നൊക്കെ ഉള്ള ഒരു രീതി ഉണ്ടല്ലോ. അതായത് നമുക്ക് ആവശ്യം വരുമ്പോൾ റസൂലൊക്കെ അവിടെ ഇരിക്കട്ടെ എന്നുള്ള ഇതൊരു സത്യമാണ്. നമ്മൾ അംഗീകരിക്കാൻ ശേഷം ബുദ്ധിമുട്ടുണ്ടെങ്കിലും ഇതൊരു സത്യമാണ്. ഓരോരുത്തരുടെയും അവരുടെ ഹൃദയത്തിന്റെ ഉള്ളിലേക്ക് ഇറങ്ങി നോക്കുക, വൈയക്തിക ജീവിതത്തിലെ താല്പര്യങ്ങളിലേക്ക് നോക്കുക. നമ്മുടെ സമ്പൂർണമായ താല്പര്യം അല്ലാഹുവായോ പരലോകമായോ പരലോക വിജയമായോ, എന്നാൽ ഈ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. അള്ളാഹു പറഞ്ഞിരിക്കുന്നു, നീ എന്നോട് പ്രാർത്ഥിച്ചോളൂ, ഞാൻ നിനക്ക് ഉത്തരം തരാം. നിനക്ക് ആഹാരം വേണോ, അതെന്റെ കയ്യിലാണ്, ഞാൻ തരാം. നിനക്ക് സന്താനങ്ങൾ വേണോ, അത് ഞാൻ വിചാരിച്ചിട്ട് കിടക്കുക, ഞാൻ തരാം. നിനക്ക് അഭിമാനം വേണോ, അതാണ് വലിയ റസൂലിഹി വലിൽ മോമിനി. പ്രതാപം എന്ന് പറഞ്ഞത് അള്ളാഹ്ക്കുള്ളതാണ്, പിന്നെ അവന്റെ പ്രവാചകനുള്ളതാണ്, പിന്നെ അത് മോമിനികൾക്ക് സപ്ലൈ ചെയ്യാനുള്ളതാണ്. അപ്പൊ പ്രതാപം വേണമെങ്കിൽ, അന്തസ് വേണമെങ്കിൽ, സമ്പത്ത് വേണമെങ്കിൽ എന്നോട് സമീപിക്കാൻ ഇസ്തിഗ്ഫാർ ചെയ്താ പണം തരാമെന്ന് നേരിട്ട് ഖുർആനിൽ അല്ലാഹു തആല പറഞ്ഞത്. നീ ഒരാളോട് പറഞ്ഞപ്പോ വെറുതെ ആവശ്യമില്ലാത്ത പറയില്ലെന്ന് അല്ല, ഒന്ന് വായിച്ചു നോക്കും. മാൽ എന്താണ്, ബനീൻ എന്താണ്, യുംദിദ് എന്താണെന്ന് അറബി ഭാഷ അറിയുന്നവർക്കറിയാം. നിങ്ങൾ ഇസ്തിഗ്ഫാർ ചെയ്യാൽ, അള്ളാഹുവിനോട് ഖേദിച്ചു മടങ്ങിയാൽ നിങ്ങളെ സന്താന സമ്പത്ത് വർദ്ധനവ് ഉണ്ടാക്കി തരാം. അൻഹാറ, നിങ്ങൾക്ക് അരുവികൾ ഒഴുക്കി തരാം, നിങ്ങൾക്ക് ജന്നാത്ത് ഉണ്ടാക്കി തരാം, തോട്ടങ്ങൾ ഉണ്ടാക്കി തരാം. ഇത് അല്ലാഹുവിന്റെ വാഗ്ദാനമാണ്. വെറുതെ പറയണ ഇന്നകല തുഖലിഫുൽ മിആദ്, വെറുതെ പറയണ കേസല്ലത്. അള്ളാഹു വാഗ്ദാനം ലംഘിക്കുകയില്ല എന്നുള്ള. അപ്പൊ അങ്ങനെ മഹോന്നതമായ ഒരു സ്വർഗ സോപാനത്തിലേക്ക് യഥാർത്ഥത്തിൽ നമ്മൾ അതിൽ വിശ്വസിക്കുന്നുണ്ടോ എന്നുള്ളതാണ് നമ്മളോടുള്ള ചോദ്യം. അതായത് മരണം എന്ന ഒരു യാഥാർത്ഥ്യം ഏത് സ്ഥിതിയും പിടിവിടാം, അത് കഴിഞ്ഞാലോ അങ്ങോട്ട് പോവുകയും ചെയ്യും. നമ്മൾ എല്ലാവരും പോയേ പറ്റൂ എന്നുള്ളതാണ്. ഏത് കൊലകൊമ്പനും പോയേ പറ്റുള്ളൂ. എത്ര വലിയവനായാലും ചെറിയവനായാലും തോട്ടിപ്പണിക്കാരനായാലും UN സെക്രട്ടറി ജനറൽ ആയാലും പോയേ പറ്റുള്ളൂ. ഇവിടെ നിൽക്കാൻ പറ്റൂല. മുൻഗാമികളെല്ലാം പോയിട്ടുണ്ട്. പോയില്ലെങ്കിൽ ഇവിടെ ആളുകൾ അടിച്ചിട്ട് കെട്ടിപ്പായിപ്പിക്കും. കാരണം നമ്മളൊരു 3 തലമുറയ്ക്ക് അപ്പുറമുള്ള ഉപ്പാപ്പ അവിടെ ജീവിച്ചിരുന്നെങ്കിൽ എന്ത് സ്ഥിതി, മൂപ്പര് നമ്മളെ പുറത്തിറങ്ങാൻ സമയക്കുമോ എന്നാലോചിക്ക്.
തമാശ കാര്യമല്ല. മരണം ഒരു അനുഗ്രഹമാണ്. സമയമാകുമ്പോൾ മരിച്ചില്ലെങ്കിൽ വലിയ ഷെറാണ്. നാട്ടിന് വലിയ ഇടങ്ങേറാ, വീട്ടിലിടങ്ങേറാണ്, നാട്ടിലിടങ്ങേറാണ്, സ്ഥലത്തിടങ്ങേറാണ്. ഒന്നിപ്പോ വാപ്പന്റെ വാപ്പ ഇവിടെ ഇരിക്കണമെങ്കിൽ അയാൾ മറ്റാൾ വിളിച്ചിട്ട് പറയും, ഏടാ പോണത്, നിൽക്കുക അവിടെ, ഇത് വായിക്കൊണ്ടോ, അത് വായിക്കൊണ്ടോ, മറ്റത് ഇത് ചെയ്യും, എന്നെ മൂത്രമൊഴിപ്പിക്കുക, അങ്ങോട്ടേക്ക് ഇങ്ങോട്ടാക്കുക എന്ന് പറഞ്ഞിട്ട് സ്ഥലത്ത് കന്നാസായിക്കളെ. അപ്പൊ ഒരു സമയമാകുമ്പോൾ മരിക്കുക. അതാണ് അല്ലാഹു തആല മരണം ഒരു അനുഗ്രഹം. നമുക്ക് പേടിയുണ്ടല്ലോ മരണം. ചെറുപ്പക്കാരൻ മരിക്കുമ്പോഴാണ് നമുക്കൊരു ചെറിയ ഏതാളും നിശ്ചയ സമയത്തെ മരിക്കുള്ളൂ. അജലം മുസമ്മ. അതിനെക്കുറിച്ച് ബേജാറായാലും ബേജാറായില്ലെങ്കിലും ഒരു സമയം അല്ല നിശ്ചയിച്ചിട്ടുണ്ട്. ആ സമയമാകുമ്പോൾ അവിടെ മരിക്കും. ഒരു സംശയമില്ല. മരണം ഒരു അത്യാഹിത സംഭവമല്ല, ഒരു അനിവാര്യ സംഭവമാണ് എന്ന് നമുക്ക് മനസ്സിലാവും. അത് ഹൈറായ ഒരു സംഗതിയാണ്. സ്വർഗത്തിലേക്കുള്ള ആ NOC കിട്ടുന്ന ദിവസമാണത്. അതിനേക്കാളും വലിയ സന്തോഷം വേറെ ഉണ്ടാവില്ലല്ലോ. അത് കഴിഞ്ഞാൽ ഈ നിത്യാനന്ദത്തിന്റെ സ്വർഗം. അതിൽ നമുക്ക് വിശ്വാസമുണ്ടോ എന്നുള്ളതാണ് പ്രശ്നം. യഥാർത്ഥത്തിൽ നമുക്ക് വിവരമുണ്ട് എന്നുള്ളത് എല്ലാവർക്കും അറിയാം, തലകാട്ടിനനുസരിച്ച് കണ്ട പുസ്തകം. പക്ഷെ എത്രയധികം വിശ്വസിക്കുന്നു എന്നുള്ളത് ഓരോരുത്തരും അവനോട്. അതിന്റെ വിശ്വാസത്തിന്റെ ആഴനുസരിച്ചാണ് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിർദ്ദേശങ്ങൾ അനുസരിക്കാൻ പറയുമ്പോൾ നമുക്കുണ്ടാകുന്ന അനുസരണ മനോഭാവം. ക്ലിയർ സംഗതി. അള്ളാഹുവിനെ അനുസരിക്കുക എന്ന് പറഞ്ഞ് ഇങ്ങനെ മൈക്ക് വെച്ച് കെട്ടി പ്രസംഗിച്ചാൽ അനുസരിക്കാനും പറ്റില്ല. നമുക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ അത് താനെ അള്ളാഹു തആലയുടെ തൗഫീഖാണ്. പൂർണ്ണമായും കടന്ന് അഫതുഅ്മിനൂന ബിബഅദിൽ കിതാബി തക്ഫുറൂന ബിബഅദിൻ വമാ ജസാഉ മൻ യഫ്അലു ദാലിക ഇല്ലാ ഖിസിയും ഫിൽ ഹയാത്തി ദുനിയ വയൗമൽ ഖിയാമത്തി യുറദ്ദൂന ഇലാ അശദ്ദിൽ അദാബ് വമാ അല്ലാഹു ബിഗാഫിലിൻ അമ്മാ തഅമലൂൻ. ഈ കുറെ വിശ്വസിക്കുകയും കുറെ നിഷേധിക്കുകയും ചെയ്യുന്ന ആളുകളുണ്ടല്ലോ, അങ്ങനെ ചെയ്യുന്ന ആളുകൾക്ക് അപമാനം വരുത്തുന്ന ദുനിയാവിൽ ആഖിറത്തിൽ കഠിന ശിക്ഷയിലേക്ക് മാറ്റും. അവരെ കുറിച്ച് പറയുന്നത് ഉലൈകല്ലദീന, ആ പാർട്ടികൾ ആരെന്നറിയാം, ഇശ്തറഉൽ ഹയാത്തദ് ദുനിയ ബിൽ ആഖിറ, പരലോകം വെട്ടി ഇഹലോകം വാങ്ങുന്നവരാണ്. കാര്യം അവിടെ ക്ലിയറാ. അതായത് വിഷയം വരുമ്പോൾ, ഏത് കാര്യം വരുമ്പോഴും പ്രാമുഖ്യം ദുന്യാവിനായിരിക്കും. തുദ്ഹിറൂനൽ ഹയാത്തദ് ദുനിയ, ദുന്യാവിന്റെ ആഡംബര ജീവിതത്തിന്റെ, അല്ലെങ്കിൽ റിയ എന്ന് പറഞ്ഞാൽ ലോകമാന്യത. മറ്റുള്ളവരുടെ മുമ്പിൽ ഇങ്ങനെ വളർന്നോക്കിയ ആളായി, ഞാൻ മോശക്കാരനല്ല, അമ്പടെ ഞാൻ തിരക്കടില്ല എന്നുള്ള ലൈനിലുള്ള ഒരു ജീവിതം. അതുകൊണ്ട് നമുക്കൊന്നും കിട്ടാനില്ല. നിങ്ങളെ കുറച്ചു നേരം എന്നെ പുകഴ്ത്തി പറഞ്ഞിട്ട് എനിക്കൊന്നും കിട്ടാനില്ല എന്നുള്ള തൽക്കാലം ഒരു സുഖം ഉണ്ടാവും. പക്ഷേ ആ പുകഴ്ത്തൽ അനർഹമാണെങ്കിൽ അതിന്റെ ശിക്ഷയും വാങ്ങണം, പുകഴ്ത്തലും വാങ്ങണം, പുറത്തവർ കേട്ടലും വാങ്ങണം. അർഹമായ ഒരു പുകഴ്ത്തലാണെങ്കിൽ സത്യവിശ്വാസിക്ക് അള്ളാഹു കൊടുക്കുന്ന ആശ്വാസമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അനർഹമായ ഒരു കാര്യം സാധിക്കാൻ വേണ്ടി കണ്ടിന് സ്റ്റേജിലൊക്കെ കയറ്റിയിരുത്തിയിട്ട് വമ്പം പുകഴ്ത്തലാണ്ട് പുകഴ്ത്തും. അദ്ദേഹത്തിന്റെ അവദാനങ്ങൾ ഇങ്ങനെ വാഴ്ത്തി പുകഴ്ത്തി പറയും. കേട്ടിരിക്കണവനൊരു സുഖം, പറയണവനൊരു സുഖം, എല്ലാവർക്കും സുഖം എന്നുള്ളതാണ്. ആ സുഖത്തിൽ മണ്ണുവാനിട്ട് കൊടുക്കണമെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇങ്ങനെ ആത്മപ്രശംസ മറ്റൊന്നെ ഇരുത്തിക്കൊണ്ട് ആവശ്യമില്ലാത്ത നിലയിൽ പറയണമെങ്കിൽ അവന്റെ വായിൽ മണ്ണ് വാരിയിടട്ടെ എന്നാണ്, മണ്ണ് വാരിയിടണമെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കാരണം അത് വളരെ ആവശ്യമില്ലാത്ത ഇത്തരം സംഗതികളൊന്നും യാതൊരു പ്രയോജനം ചെയ്യുകയില്ല എന്നുള്ളതാണ്. ലേശം വിഷമുണ്ടെങ്കിൽ സത്യം പറയുമ്പോൾ, നീതിയോടെ പെരുമാറുമ്പോൾ അതിന് കൂലി കിട്ടുന്നതാണ്. ഒരു പനി വന്നാൽ കൂലി കിട്ടും, ഒരു ബുദ്ധിമുട്ട് വന്നാൽ കൂലി കിട്ടും, ഒരു പ്രശ്നം വന്നാൽ, പ്രയാസം വന്നാൽ, ദുഃഖം വന്നാൽ, സങ്കടം വന്നാൽ സത്യവിശ്വാസിക്ക് ഒരു മുള്ളു കൊണ്ടാൽ അള്ളാഹുവിന്റെ റസൂൽ പറയുന്നു, ആ മുള്ളെത്ര ചെറിയ വേദന ഉണ്ടാവും, അതിനവനൊരു പാപം പുറത്തു പോകും, അവനൊരു കൂലി കിട്ടുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങൾക്കൊരു മനസ്സിനൊരു വിഷമം അനുഭവപ്പെട്ടാൽ, അതായത് ഒരു ദിവസം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സദസ്സിലിരിക്കുമ്പോൾ അവിടെ വിളക്ക് അണഞ്ഞു പോയി. അപ്പോ റസൂൽ പറഞ്ഞു, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് പറഞ്ഞു. അപ്പൊ ഈ വിളക്ക് അണഞ്ഞു പോകുന്നത് ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് പറയാൻ പറ്റുന്ന വലിയ ആപത്താണ് റസൂലേ എന്നൊരു സഹാബി ചോദിച്ചു. സത്യവിശ്വാസിയെ ശല്യപ്പെടുത്തുന്നത് എല്ലാം ആപത്താണ്, അതിനൊക്കെ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ പറയാം, അതിന് നിനക്ക് സവാബുണ്ടാവും. എന്തിനധികം ഭാര്യയെ സന്തോഷിപ്പിക്കാൻ അവളുമായി ശയിക്കുന്നതിന് നിനക്ക് സവാബുണ്ട് എന്ന് പ്രഖ്യാപിച്ച മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഭാര്യയുടെ വായിൽ വെച്ചു കൊടുക്കുന്ന ഒരു ചോറിന് അള്ളാഹു ധർമ്മമായി എഴുതിയിട്ട് നിനക്ക് കൂലി തരും, അതാണ് കാരുണ്യവാനായ അള്ളാഹു എന്ന് പഠിപ്പിച്ച റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മക്കളുടെ ഓരോ ചലനത്തിലും, മക്കളിങ്ങനെ എടുക്കുമ്പോഴും നടക്കുമ്പോഴും പോകുമ്പോഴും വരുമ്പോഴൊക്കെ നമ്മുടെ അധ്വാനത്തിന്റെ ജീവരക്തത്തിന്റെ അംശമാണ് ഭൂമിയിലൂടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനെല്ലാ ചലനങ്ങൾക്കും നമുക്കൊരു കൂലിയുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ഇങ്ങനെ എല്ലാം കാരുണ്യം കൊണ്ട് ചൊരിഞ്ഞു തന്നിട്ട്
നിങ്ങൾ ദുന്യാവിന് പ്രാമുഖ്യം കൊടുക്കുന്നതിന് പകരം വിഷയങ്ങളിൽ ആഖിറത്തിന് പ്രാമുഖ്യം കൊടുക്കുക. അങ്ങനെ ആഖിറത്തിന് പ്രാമുഖ്യം കൊടുത്താൽ നിങ്ങൾ പകുതി ഉപേക്ഷിക്കുകയും പകുതി എടുക്കുകയും ചെയ്യേണ്ട ഒരു അവസ്ഥ ഉണ്ടാവില്ല എന്ന് ഖുർആൻ നമ്മളെ നേരിട്ട് പഠിപ്പിക്കുന്നത്. ആ ആഖിറം വെച്ച് ദുന്യാവ് വാങ്ങുന്ന ആളുകൾ അവരെ പിടിച്ചാൽ പിന്നെ ശിക്ഷയിൽ ഇളവുണ്ടാവില്ല. അവർക്ക് യാതൊരു തരത്തിലുള്ള സഹായവും പിന്നെ ലഭിക്കുന്നതല്ല. ഇവിടെ ദുന്യാവില് അവസാന നിമിഷം വരെ പറഞ്ഞു കൊടുത്തുകൊണ്ടേയിരിക്കും. അള്ളാഹുവിന്റെ അടുത്താണ് പോകുന്നത്, അള്ളാഹുവാണ് തന്നത്, കണ്ണ് തന്നത്, കാല് തന്നത്, ചെവി തന്നത്, മൂക്ക് തന്നത്, അതുപോലെ ശരീരം തന്നത്, പണം തന്നത്, ചുറ്റുപാട് തന്നത്, നോമ്പടിക്കാൻ സൗകര്യം തന്നത്, പെരുന്നാൾ ആഘോഷിക്കാൻ തന്നത്, രുചി തന്നത്. ഈ രുചി അങ്ങ് എടുത്ത് കളഞ്ഞിരുന്നെങ്കിൽ നമ്മൾ കല്ല് വായിട്ടണക്കുണ്ടാവും. രുചി ഒരു ഭയങ്കര അത്ഭുതമാണ്. രുചി കൊണ്ട് കോടാനുകോടി ഡോളറുകളുടെ ബിസിനസ് നടക്കുന്നു. ആളുകൾക്ക് രുചിയില്ലെങ്കിൽ ആ ഏരിയ ക്ലോസ് ആയി പോകുന്നതാണ്. അപ്പോ രുചി വലിയൊരു സംഭവമാണ്. അതുപോലെ തന്നെ നമ്മുടെ കേൾവിയും കാഴ്ചയും സമയം ബസീർ എന്നൊക്കെ പറഞ്ഞില്ലേ, ഇത് ഓരോരുത്തരും അവരവരിലേക്ക് നോക്കിയിട്ട് ഇതെല്ലാം കൂടെ കൊണ്ട് ജീവിച്ചിട്ട് പരലോകത്തെ രക്ഷയിട്ടില്ലെങ്കിൽ ഒരു കാര്യവുമില്ല. ഇവിടെ ഉള്ളത് കഴിഞ്ഞു പോയിരിക്കുന്നു, അവിടെ ആഖിറത്തിൽ കിട്ടാനില്ലാതായിരിക്കുന്നു. രണ്ട് ലോകത്തും നഷ്ടം വരുത്തുന്നൊരു പണി ചെയ്യരുത്. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ അനുസരിച്ച് ജീവിക്കുക. അതിനുള്ള ട്രെയിനിങ് കഴിഞ്ഞിരിക്കുകയാണ്. ആ ട്രെയിനിങ്ങിന്റെ പ്രയോജനം ശരിയായ രീതിയിൽ ജീവിതത്തിൽ ഉണ്ടാവണം. അതിനനുസരിച്ച് പ്രവർത്തിക്കണമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. അങ്ങനെ പ്രവർത്തിച്ച് ഉത്തമമായ തഖ്വ നേടുന്ന സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ നമ്മളെ ഏവരെയുമാക്കി അനുഗ്രഹിക്കുമാറാകട്ടെ. الحمد لله حمدا كثيرا طيبا مباركا ينبغي لجلال وجهه وعظيم سلطانه. سبحانك لا نحصي ثناء كما اثنيت نفسه لك الحمد حتى ترضى. اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم. اللهم بارك على محمد وعلى ال محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. أيها الإخوة الأحباء أوصيكم وإياي ثانيا بتقوى الله. ഒരിക്കൽ കൂടി അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ മാനിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് എന്നോടെന്ന പോലെ നിങ്ങളോട് ഉണർത്തുകയാണ്, വസിയയാണ്. വളരെ ശാന്തമായി എന്നാൽ ഗംഭീരമായി ആഴത്തിൽ പതിക്കുന്ന തരത്തിൽ ഖുർആനിൽ അല്ലാഹു തആല ഒരുപാട് ഉപദേശങ്ങൾ നൽകുന്നു. കർക്കശമായി ശക്തമായ ഭാഷയിൽ കരള് തെറിച്ചു പോകുന്ന പോലത്തിൽ ഭീഷണി നൽകുന്നു. ഓരോന്നിനും ഓരോന്നിൻ്റെതായ സന്ദർഭങ്ങളിൽ അല്ലാഹുവിന്റെ റസൂൽ അത് ആവർത്തിച്ച് തന്നെ നടത്തിയിട്ടുള്ളത്. സന്തോഷം, സംതൃപ്തി, ആനന്ദം, ആഘോഷം ഒക്കെ നിൽക്കുന്ന സന്ദർഭത്തിൽ മനുഷ്യനെ വരട്ടെയും പേടിപ്പിക്കുകയും ചെയ്യേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് റസൂലിന്റെ സമീപനം. ശാന്തമായി എന്ന് പറഞ്ഞു, ശാന്തമായി കാര്യങ്ങൾ പറയാം. കുറെ നിരന്തരമായ ശാന്തമായി പറഞ്ഞു. എന്താണ് ഇത്രയും പറയാനുള്ളത്? പറഞ്ഞു തന്നെ പറയണം. നടക്കുമ്പോൾ സൂക്ഷിച്ച് നടക്കണം, എടുക്കുമ്പോൾ സൂക്ഷിച്ചെടുക്കണം, അവനവൻ്റെ എടുക്കാവുള്ളൂ, നീതി പാലിക്കണം. തിന്നുമ്പോൾ വല്ലാണ്ട് വാരി വരച്ച് തിന്നിട്ട് തടി കേടാക്കരുത്, നാശമാണ്. ചെലവഴിക്കാൻ പറയുമ്പോൾ അധികം ആളുകളും ചെലവഴിക്കുന്നവരാണ്. ഇന്ന മാർഗത്തിൽ ചെലവഴിക്കരുത് എന്ന് പറയുമ്പോൾ പ്രശ്നമുണ്ടാവും. ചെലവഴിക്കാൻ പറഞ്ഞാൽ അധികം ആളുകളും ചെലവഴിക്കുന്നവരാണ്, അവർക്ക് ഇഷ്ടമാണ് ചെലവഴിക്കാൻ. പക്ഷെ ചെലവഴിക്കുമ്പോൾ അള്ളാഹുവിന്റെ പ്രീതി ലക്ഷ്യം വെക്കണം എന്ന് പറയുമ്പോൾ ഈ കാര്യങ്ങളിലൊക്കെ മാറ്റം ഉണ്ടായാൽ, ചെലവഴിക്കുന്നത് എന്തിനാണ്? വസ്ത്രത്തിന് ചെലവഴിക്കും, വീടിന് ചെലവഴിക്കും, കാറിന് ചെലവഴിക്കും, അതുപോലെ മറ്റു പല കാര്യങ്ങളും ചെലവഴിക്കുന്നത്. മനുഷ്യന്റെ സംസ്കാരം ഇതുമായിട്ട് ബന്ധപ്പെട്ട് കൊണ്ടാണ് നിൽക്കുന്നത്. അവന്റെ ഭക്ഷണത്തിനും ചെലവഴിക്കും. ആ ഭക്ഷണ രീതി ഒരു ഇസ്ലാമികമായ ഒരു രീതി വീട്ടിലുണ്ടായാൽ വലിയ ബർക്കത്തുണ്ടാവും. ഭക്ഷണം ഒരുപാട് വാങ്ങി വെച്ച് വേവിച്ച് പുറത്തുനിന്ന് കുറെ കളഞ്ഞ് കുറെ വേസ്റ്റാക്കി കഴിഞ്ഞാൽ അവിടെ നിന്ന് ബർക്കത്തിന്റെ അടുത്ത് പോകുന്നതാണ്. വീടുണ്ടാക്കുമ്പോൾ ഒരു മാന്യത കീപ്പ് ചെയ്താൽ അവിടെ ബർക്കത്തുണ്ടാകും. വാഹനം ഉണ്ടാകുമ്പോൾ മറ്റു സഹോദരങ്ങളെയും കൂടെ പരിഗണിച്ചുകൊണ്ട് പൊങ്ങച്ചം കാണിക്കാതെ ഒരു മാന്യത കീപ്പ് ചെയ്താൽ അതിന് ബർക്കത്തുണ്ടാവുന്നതാണ്. ഇല്ലാത്തതിലും ബർക്കത്തില്ലേ മൗലവി, മറ്റേ അവൾ മഹാപുരുത്തം കെട്ടവനാണല്ലോ, വലിയ വണ്ടിയിൽ അടിച്ച് പൊളിച്ച് കുറെ കാലമായി പോകണ്ടല്ലോ എന്നൊക്കെ പലർക്കും ചോദിക്കാൻ മടിയെങ്കിൽ മനസ്സിൽ തോന്നിയേക്കാം. അള്ളവന് മറുപടി പറയുന്നത് കുറഞ്ഞ നേരം
കുറഞ്ഞ നേരമാണ് ആ കൊടുത്തിരിക്കുന്നത്. അവൻ ആപതിക്കാൻ പോകുന്ന തൗബ ചെയ്ത് മടങ്ങിയില്ലെങ്കിൽ ആപതിക്കാൻ പോകുന്ന ആപത്ത് ഭയങ്കരമാണ്. സത്യവിശ്വാസികളോട് പറയാം, ഈ ശരിക്കും മലയാളത്തിലെ ഏറ്റവും ലേറ്റസ്റ്റ് ശൈലി വെച്ച് പറഞ്ഞാല്, അതായത് ഈ നിഷേധികളുടെ അടിച്ചുപൊളി ഉണ്ടല്ലോ, അത് നിന്നെ വഞ്ചിക്കാതിരിക്കട്ടെ എന്ന്. തഖല്ലുബ് എന്നാണ് പറയുന്നത്, ശരിക്ക് അടിച്ചു മറിക്കുക എന്നാണ് കല്ലുബ്. ഈ നിഷേധികളായ ആളുകൾ, അള്ളാഹുവിനെ അനുസരിക്കാതെ അടിച്ചു പൊളിച്ച് ജീവിക്കുന്ന കുറെ ആളുകൾ ദുന്യാവിലുണ്ട്. അത് നിന്നെ വഞ്ചിക്കാതിരിക്കട്ടെ. അവരെ നാം ശിക്ഷിച്ചില്ല, അവരെ നാം പിടിച്ചിട്ടില്ല എന്നുള്ളത് കൊണ്ട് നീയും അങ്ങനെ പോയാൽ പിടിക്കപ്പെടില്ല എന്ന് വിചാരിക്കേണ്ട. മുഹമ്മദ് നബിയോട് അഭിസംബോധന ചെയ്തുകൊണ്ട് പറയുന്നത്, ഈ അടിച്ചുപൊളി ജീവിതക്കാർ ഇന്ന് മാത്രമല്ല, ഉത്തബത്തും ഷൈബത്തും ഒക്കെ ഭയങ്കര അടിച്ചുപൊളിയുടെ ജീവിതത്തിന്റെ ആളുകളായിരുന്നു അന്നകാലത്ത്. അന്ധകാലത്ത് ആ കോലത്തില് അവരടിച്ചു പൊളിച്ച് തന്നെയാണ് ജീവിച്ചത്. ഇന്നിപ്പം മാറി, ടെക്നോളജി മാറി, രീതിശാസ്ത്രം മാറി, പ്രവർത്തനം മാറി, താല്പര്യങ്ങൾ മാറി, രുചി മാറി എന്നുള്ളതാണ്. അബൂജഹലും കമ്പനി അടിച്ചു പൊളിച്ച ആ ജീവിതം ഇവിടെ നിന്ന് നമുക്ക് ബോറടിക്കും. ഇപ്പൊ നമ്മുടേതായ ടേസ്റ്റിലാണ് നമ്മൾ അടിച്ചു പൊളിക്കുന്നത്. ഏതേതരത്തിലുള്ള പെരുന്നാൾ അടിച്ചു പൊളി പെരുന്നാളാണ്. എന്നാലോ നോമ്പ് തുറയോട് തുറന്ന് അങ്ങനെ പല സംഗതികളുണ്ട്. ഇതൊന്നും ഒരു നിശ്ചിത വര വരച്ചത് ഇത്രേ ചെയ്യാവൂ, ഇത്ര ചെയ്യാൻ പാടില്ല എന്നൊന്നും പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല. ഓരോരുത്തരുടെ നാട്ടിന്റെ ചുറ്റുപാടിന്റെ സാഹചര്യത്തിൽ അവനവന് ബോധ്യമോ, യഥാർത്ഥ വിശ്വാസിയാണെങ്കിൽ ഇത് ചെയ്തത് ഇസ്റാഫാണ്, ഇത് ചെയ്തത് തബ്ദീറാണ്, ഇത് ചെയ്തത് മോശമാണ് എന്ന് ഓരോരുത്തരും അല്ലാഹു സുബ്ഹാനഹു വ തആല മനസ്സിലാക്കണം. ലേശം ബുദ്ധിമുട്ടുണ്ട്. ഇത് ചെയ്തുകൊണ്ട് മാത്രമല്ല, ഈ പണി ചെയ്തിട്ട് ഞങ്ങൾ സത്യവിശ്വാസികളാണ്, സ്വർഗത്തിലേക്കാണ് പോകുന്നത്, എടോ നിങ്ങളും സ്വർഗത്തിലേക്ക് വരണമെന്ന് പറഞ്ഞ് മറ്റുള്ളവരെയും വിളിച്ചിട്ട് കാര്യം പറയാനുള്ള വലിയ ഉത്തരവാദിത്തം അവിടെ കിടക്കുക. ഇവിടെ നമ്മൾ അടുക്കളയിലെ കാര്യം പറഞ്ഞിട്ടാണ് ഇപ്പോഴും കളിക്കുന്നത്. നമ്മൾ അവനവന്റെ അടുക്കളയിലെ കാര്യം അത് നിർത്തിവെക്കുക. എത്രയും പെട്ടെന്ന് ഫിനിഷ് ചെയ്തിട്ട് പുറത്തിറങ്ങി ആളുകളോട് പറയണം, ഞാൻ ജീവിക്കണം ഇങ്ങനെയാണ്, ഈ പ്രപഞ്ചത്തിനൊരു നാഥനുണ്ട്, അവിടെ നമ്മൾ ഇങ്ങോട്ട് വന്നിരിക്കണം, അങ്ങോട്ട് പോട്ടോ, അവിടെ സ്വർഗമുണ്ട്, നരകമുണ്ട്, വിചാരണയുണ്ട്, മഹ്ശറുണ്ട്, ഖബറുണ്ട്, ഇതൊക്കെ പറഞ്ഞു കൊടുക്കണം. ഏത് പറഞ്ഞു കൊടുക്കൽ നമ്മളെ ബാധ്യതയാക്കി അല്ലാഹു സുബ്ഹാനഹു വ തആല തീരുമാനിച്ചിരിക്കുന്നു. പറഞ്ഞു കൊടുക്കുമ്പോ വന്നുകിട്ട് സ്വർഗോ നരകോ ഖബറോ ആഖിറ വേറെ പണിയൊന്നുമില്ല, കുറെ ചങ്ങായിമാർക്ക് പരലോക തൊഴിലാളി പണിക്കാരൻ പോയിക്കൊണ്ടിരിക്കുന്നുള്ളൂ. വായിപ്പിക്കും, അടിക്കും, വായിപ്പിക്കും, ചവിട്ടും, കുത്തും, കൊല്ലും, തലയറുത്തെടുക്കും. ഇത് ഞാൻ പറഞ്ഞല്ല, യഹ്യാ നബിയുടെ തല അറുത്തെടുത്ത് തളികയിൽ ഒരു നർത്തകിയുടെ മുമ്പേ കൊണ്ടുവച്ചു കൊടുത്തത് ഇസ്രായേൽ ജനതയിലെ സത്യവിശ്വാസികളായ ആൾക്കാരെന്ന് പറഞ്ഞു നടന്നവരാണ്. യഹ്യാ നബിയുടെ തല അറുത്ത് കൊണ്ടുപോയി. ഒരുപാട് നബിമാരെ അവർ കൊന്നു. അത് ബിഗൈരി ഹഖ് യഖ്തുലൂന നബിയ്യന ബിഗൈരി ഹഖ്, അത് യാതൊരു അവകാശമില്ലാതെ, അധികാരമില്ല പ്രവാചകന്മാരെ അവർ കൊന്നുണ്ട്. നൂഹ് നബിയെ എന്തെല്ലാം തരത്തിൽ അടങ്ങിറക്കി, പേടിപ്പിച്ച്, ഭീഷണിപ്പെടുത്തി, കളിയാക്കി, അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോഴൊക്കെ അവസാനം നൂഹ് നബിക്ക് ആകെ ബേജാറായിട്ട് പടച്ച തമ്പുരാനെ, ഈ ചങ്ങാതിമാരെ തെമ്മാടികളും നാശകാരികളുമായി അല്ലാതെ ജനിക്കൂല, എല്ലാത്തിനായിട്ട് മൂക്കി കൊന്നാളേന്ന് പറഞ്ഞു. വലായലൂല്ല ഫാജിറൻ ഗഫാറാ എന്നിട്ട് പ്രാർത്ഥിച്ചു. അവിടെ മൂക്കിയായിട്ട് വന്നു. അതുപോലെ സാലഹ് നബിയെ ചെയ്തു, ഹൂദ് നബിയെ ചെയ്തു. അതായത് ആ സമൂഹ ഗോത്രം ഇബ്രാഹിം നബിയെ അടുത്ത് തീക്കുണ്ടത്തിലിട്ടു, നാട്ടിൽ നിന്ന് അടിച്ചു പായിപ്പിച്ചു. എന്നിട്ട് എന്തെല്ലാം സംഭവങ്ങളുണ്ടായി. ഇങ്ങനെയൊക്കെ പോകുമ്പോ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും കേട്ടോ, കുറച്ച് പ്രയാസങ്ങളൊക്കെ ഉണ്ടാവും. സ്വർഗം എന്ന് പറയുന്നത് അങ്ങനെ വില കുറഞ്ഞ സാധനമായി നിങ്ങൾ കാണരുത്. കുറച്ച് ബുദ്ധിമുട്ടും പ്രയാസം ഉണ്ടാകും. ഇതൊന്നും നേരിടാതെ മുഹമ്മദിന്റെ അനുയായികൾ, ഇബ്രാഹിമിന്റെ അനുയായികൾ നേരിടാതെ മൂസയുടെ അനുയായികൾ എന്തെല്ലാം തരത്തിലുള്ള പീഡന മർദ്ദനങ്ങളായിരുന്നു മൂസാ നബി അലൈഹി സ്വലാമയുടെ അനുയായികൾ ഈജിപ്തിൽ ഫറോവ ചക്രവർത്തിയിൽ നിന്ന് നേരിടേണ്ടി വന്നത്. അതൊന്നും നേരിടാതെ നിങ്ങളങ്ങ് അവർക്കും കൊടുക്കാമെന്ന് സ്വർഗത്തിൽ അങ്ങനെ പ്രവേശിച്ച് കളയാമെന്നും അങ്ങനെ ഒരു സ്വപ്നം കാണുന്നു വേണ്ട. വിശ്വസിച്ചാൽ ഞാൻ വഴി കാണിച്ചു തരും, എന്നിട്ട് ഞാൻ സഹായിക്കും. അവിടെ ഇസ്തിഖാമത്തുണ്ടാണ്, ഉറച്ചു നിൽക്കണം. അപ്പൊ ഞാൻ എന്റെ മലക്കുകളെ അയക്കും. അയച്ചിട്ട് അല്ലാതെ ദുഃഖിക്കേണ്ടതില്ല, വേദനിക്കേണ്ടതില്ല എന്ന് പറയും. അപ്പോ നിങ്ങൾക്ക് സമാധാനം ഉണ്ടാവും. അന്നേരമൊക്കെ നിങ്ങൾക്ക് പ്രയാസം ഉണ്ടാവുമ്പോ നിങ്ങളുടെ മുൻഗാമികളെ ഇങ്ങനെ ഒരുപാട്
അതായത് ഇതൊക്കെ പറഞ്ഞ് സന്മാർഗം കാണിച്ചു കൊടുത്തതിന് ഒരു കുഴിയെടുത്ത് അതിലിട്ട് മൂടി കഴുത്ത് വരെ മൂടിയിട്ട് തലയിൽ ഈർച്ചവാള് വെച്ചിട്ട് ഇങ്ങനെ ഈർന്നെടുത്ത സംഭവം ഉണ്ടായിട്ടുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പക്ഷെ അതൊന്നും അവരെ ഈ സത്യമാർഗത്തിൽ നിന്ന് പിന്തിരിച്ചില്ല. വമാ കാന ഖൗലുഹും ഇല്ലാ അൻ ഖാലു റബ്ബനാ ഇഗ്ഫിർ ലനാ ദുനൂബനാ വഇസ്റാഫനാ വസബ്ബിത് അഖ്ദാമനാ വൻസുർനാ അലൽ ഖൗമിൽ കാഫിരീൻ. പടച്ചവനെ ഞങ്ങളോട് പൊറുക്കണേ, ഞങ്ങളുടെ അതിരി കവിച്ചിലുകൾ ഭക്ഷണത്തിലായാലും ജീവിതത്തിലായാലും ഉണ്ടായ അതിരി കവിച്ചിലുകൾ നീ ഞങ്ങളോട് പൊറുക്കുകയും സബ്ബിത് അഖ്ദാമനാ ഞങ്ങളുടെ കാലുകൾ യാദർശത്തിൽ സത്യത്തിൽ ഉറപ്പിച്ചു നിർത്തണേ, ഈ പാതയിൽ ഉറപ്പിച്ചു നിർത്തണേന്ന്. ഇന്നല്ലാഹു യുസബ്ബിതുല്ലാഹു അല്ലദീന ആമനു ബിൽ ഖൗലി സാബിത്. വിശ്വാസിയാണെങ്കിൽ വിശ്വാസത്തിന്റെ ആഴം വർദ്ധിക്കുന്നതോറും ഇങ്ങനെ ഉറപ്പിച്ചു നിർത്താൻ അല്ലാഹു തആല ഏറ്റിരിക്കുന്നു എന്നുള്ളതാണ്. ഫആതാഹുമുല്ലാഹു സവാബദ് ദുനിയ, അവർക്ക് പരലോകത്ത് പുണ്യം കൊടുക്കാന്നല്ല പറഞ്ഞത്. അങ്ങനെ പറഞ്ഞിട്ട് ഉറച്ചെന്നപ്പോ ഫആതാഹുമുല്ലാഹു സവാബദ് ദുനിയ, ഈ ദുനിയാവിന്റെ പ്രതിഫലം നാം അവർക്ക് ഇവിടെ തന്നെ നൽകി. വഹുസന സവാബൽ ആഖിറത്ത്, ഏറ്റവും മഹോന്നതമായ പ്രതിഫലം അവിടെ നാം റിസർവ് ചെയ്തു വെച്ചു. വല്ലാഹു യുഹിബ്ബുൽ മുഹ്സിനീൻ, അവർക്ക് അതായത് ഏറ്റവും എക്സലന്റ് ആയി പ്രവർത്തിക്കുന്ന ആളുകളെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെടുന്നു. അതുകൊണ്ട് എക്സലന്റ് ആയി പ്രവർത്തിക്കുക, ഏറ്റവും ഹുസ്ൻ എന്നൊക്കെ പറഞ്ഞ മലയാളത്തിൽ പറഞ്ഞ നല്ല രീതിയിൽ എന്ന് പറഞ്ഞാൽ ഇഫക്റ്റ് കിട്ടൂല എന്നുള്ളതാണ്. അതായത് ഇന്നിപ്പോ മോഡേൺ ടെർമിനോളജിയിൽ ഒരു ഏറ്റവും ഉന്നതം എന്നൊക്കെ പറയുന്ന മലയാളം പറയുന്നതിനെ പോയാൽ എക്സലൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. പെട്ടെന്ന് ആ വാക്കിന് അങ്ങനെ ഒരു പവർ ഉണ്ട്, ഒരു മെസ്സേജ് കൺവേ ചെയ്യാനുള്ള. എല്ലാ ലാംഗ്വേജിലും ഉണ്ടാകുന്നത്. ഏതെങ്കിലും ഒരു ലാംഗ്വേജ് മോശമാണ് മറ്റത് എന്താണ് എന്ന് പറയുന്നില്ല. ഇംഗ്ലീഷ് ഭാഷ മോശമാണ്, അതുകൊണ്ട് ഇംഗ്ലീഷ് ഹുതുബയിൽ ഒരു ഇംഗ്ലീഷും പറയാൻ പാടില്ല, എന്താ പിന്നെ ഒരു അറബിയും പറയാൻ പാടില്ല എന്നൊക്കെ പറയാനില്ല. അപ്പൊ അതുകൊണ്ട് ഏത് വിഷയത്തിലാണ്, ഏത് വാക്കിലൂടെയാണ് ഒരു മനുഷ്യന് ആശയം ഏറ്റവും ഉത്തമമായി കൺവേ ചെയ്യാൻ കഴിയുന്നത്, അത് കൺവേ ചെയ്താണ് ഖുർആൻ. ഖുർആനിൽ അറബി അല്ലാത്ത കുറെ വാക്കുകൾ ഉപയോഗിച്ചിട്ടുണ്ട്. ഒരുപാട് മൂസ എന്നും ഇബ്രാഹിം എന്നും സഞ്ജബീൽ എന്നൊക്കെ പറയുന്നത് അറബി അല്ലാത്ത ഭാഷയാണ് ഖുർആനിൽ ഉപയോഗിച്ചിട്ടുള്ളത്. അതായത് മനുഷ്യ മനസ്സുകൾക്ക് മനസ്സിലാക്കുന്ന തരത്തിലുള്ള രീതിയിലാണ്. അത് മൊത്തം വന്നപ്പോൾ അത് അറബിയായും കണക്കാക്കുന്നുള്ളത്. ഭാഷ എപ്പോഴും സങ്കരമായിട്ടാണ് നിൽക്കുന്നത്. മനുഷ്യ സംസ്കാരം ഇങ്ങനെ ഇടകലർന്ന് നിൽക്കുന്നത് കൊണ്ട് ഒരുപാട് കൊടുക്കൽ വാങ്ങലുകൾ ഉണ്ടാകും. അപ്പൊ അതുകൊണ്ട് ഭാഷയിൽ ഇങ്ങനെ ഒരുപാട് സംഗതികൾ, മലയാളത്തിൽ ഒരുപാട് സംഗതികൾ നമ്മൾ അറബിയിൽ വക്കീലും മുൻസിഫും മുഫസ്സൽ എന്ന് പറയാം, മുഫസ്സൽ എന്നാണ്. അപ്പൊ അതൊക്കെ സാധാരണ നിലയിൽ ഭാഷയിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. അപ്പൊ ഏറ്റവും നന്നായി പ്രവർത്തിക്കുന്നത് ആരാണെന്ന് അറിയാൻ വേണ്ടിയാണ് നബിലുവക്കും മയ്യിക്കും മഹ്സനമല, നബിലുവക്കും മയ്യിക്കും മഹ്സനമല എന്ന് 2 പ്രാവശ്യം അല്ലാഹു തആല ഉപയോഗിച്ചിട്ടുണ്ട്. ഇവിടെ വല്ലാഹു യുഹിബ്ബുൽ മുഹ്സിനീൻ, ഏറ്റവും എക്സലന്റ് ആയി പ്രവർത്തിക്കുന്ന ആളുകളെ അല്ലാഹു തആല ഇഷ്ടപ്പെടുന്നു. അല്ലാഹു തആല ഇഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ അവനെ നമ്മളെ സഹായിക്കാൻ മലക്കുകൾ അയച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ള. നമ്മുടെ കൂടെ അല്ലാഹുവിന്റെ മാലാഖമാർ വരുന്നുണ്ടോ തിരിഞ്ഞു നോക്കിയാൽ കാണൂല, ഉള്ളിലേക്ക് നോക്കിയാൽ കാണും. അങ്ങനെ ഉള്ളിന്റെ ഉള്ളിൽ ഇറങ്ങിച്ചെന്ന് എത്തിയില്ലെങ്കിൽ എത്താനുള്ള ഒരു വഴി അല്ലാഹു പറഞ്ഞു തന്നു. ആത്മാർത്ഥമായി എന്റെ അടുത്ത് വന്ന് പ്രാർത്ഥിച്ചോളൂ, യാതൊരു കളങ്കവുമില്ലാതെ പ്രാർത്ഥിച്ചോളൂ, ഞാൻ സ്വീകരിച്ചുകൊള്ളാം. എന്റെ അടിമകളോട് നീ പറയുക, അവര് ചോദിച്ചാൽ ഞാൻ വളരെ അടുത്താണ്, അവരെന്നോട് ചോദിച്ചോട്ടെ, ഞാൻ കൊടുക്കണം. ഇവിടെ ഒരു റെക്കമെൻഡേഷന്റെ പ്രശ്നമില്ലല്ലോ. നമ്മളും അള്ളയും തമ്മിലുള്ള ഒരു ഏർപ്പാടാണ്. വേറൊരാള് പറയേണ്ടതില്ല, മൗലവിയെ കാണേണ്ടതില്ല, അതുപോലെ തന്നെ മറ്റേ വാതിരിയെ കാണേണ്ടതില്ല, പുരോഹിതനെ കാണേണ്ടതില്ല, പാർട്ടി സെക്രട്ടറിയെ കാണേണ്ടതില്ല, സംഘടനാ നേതാവിനെ കാണേണ്ട. നേർക്ക് നേരെ ഹൃദയം തുറന്ന് സ്വന്തം രക്ഷിതാവിലേക്ക് തിരിയാൻ, അതും കൂടെ ചെയ്യാനുള്ളൊരു മനസ്സില്ലെങ്കിൽ പിന്നെ ഒരു ശിക്ഷ അനിവാര്യമാണ്. അത്തരക്കാരെ രക്ഷിക്കാൻ അള്ളാഹു ഒരു ബാധ്യത ഏറ്റെടുത്തിട്ടില്ല. അപ്പോ അള്ളാഹുവിലേക്ക് അടുക്കുന്ന സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ എപ്പോഴും നമ്മളെ നിലനിർത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. إن الله وملائكته يصلون على النبي يا أيها الذين آمنوا صلوا عليه وسلموا تسليما اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد കാരുണ്യവാനായ തമ്പുരാനെ, നിങ്ങളുടെ എല്ലാ വൻപാപങ്ങളും ചെറുപാപങ്ങളും നീ പുറത്തുമാറാകട്ടെ. നിങ്ങളുടെ മാതാപിതാക്കന്മാർക്കും ഉസ്താദന്മാർക്കും ബന്ധുമിത്രാർക്കും സഹോദരങ്ങൾക്കും സുഹൃത്തുക്കൾക്കും നാട്ടാർക്കും മുഴുവൻ സത്യവിശ്വാസികളും മുൻകാല സത്യവിശ്വാസികളും നീ പുറത്തുമാറാകട്ടെ. തമ്പുരാനെ, റഹ്മാനായ തമ്പുരാനെ, ഞങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങളും പ്രാർത്ഥനകളും നോമ്പും നമസ്കാരവും സക്കാത്തും അതുപോലുള്ള എല്ലാ സദഖയും ഖുർആനുകളും എഴുത്തുകാരും ഒക്കെ റമദാനിൽ നടത്തിയ നീ പൂർണ്ണമായി സ്വീകരിക്കണം തമ്പുരാനെ. അതിൽ വന്ന എല്ലാ അപാകതകളും നീ വിട്ടുപുറത്തുമാറാകണേ തമ്പുരാനെ. അതെല്ലാം നന്മകളായി നീ മാറ്റിത്തരണേ തമ്പുരാനെ. ദുനിയാവിൽ അതിന്റെ പ്രതിഫലനവും ആഖിറത്തിൽ അതിന്റെ പ്രതിഫലവും നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ. അല്ലാഹു ഞങ്ങളുടെ കുടുംബത്തിൽ നീ സന്തോഷവും സംതൃപ്തിയും നൽകണേ തമ്പുരാനെ. അകലങ്ങളിലുള്ള ഞങ്ങളുടെ ആൾക്കാർക്ക്
ഞങ്ങൾക്ക് ഹിദായത്തും തഖ്വയും ഇസ്തിഖാമത്തുള്ള ജീവിതം നൽകണേ തമ്പുരാനെ. ഞങ്ങളുടെ ആരോഗ്യം നീ സംരക്ഷിക്കണേ തമ്പുരാനെ. സന്താനങ്ങളിലും സമ്പത്തുകളിലും നന്മ വർദ്ധിപ്പിച്ചേരണേ തമ്പുരാനെ. ശാരീരികവും മാനസികവുമായ പ്രയാസങ്ങളും ദുഃഖങ്ങളും നീ മാറ്റിത്തരണേ തമ്പുരാനെ. ബേജാറും വെപ്രാളവും അങ്കുലാപവും ഇല്ലാത്ത ശാന്തമായ ഒരു ജീവിതം തരണേ തമ്പുരാനെ. നിന്നിൽ അലിഞ്ഞു ചേർന്ന സംതൃപ്തിയോടുകൂടി ഇതാഅത്തിനുള്ള തൗഫീഖ് നീ അനുഗ്രഹിക്കണേ തമ്പുരാനെ. കാരുണ്യവാനായ നാഥ ഞങ്ങളെ സ്വീകരിക്കണേ തമ്പുരാനെ. ഞങ്ങളുടെ ഇടപാടുകൾ ഏറ്റവും ഉത്തമമാക്കണേ തമ്പുരാനെ. ഞങ്ങളുടെ വ്യവസായങ്ങളിലും ജോലികളിലും അഭിവൃദ്ധി നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ. നന്മയും ലാഭവും നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ. ജോലികൾ എളുപ്പമാക്കി തരണേ തമ്പുരാനെ. ഞങ്ങളുടെ കടങ്ങൾ നീ വീട്ടിത്തരണേ തമ്പുരാനെ. അല്ലാഹുവേ, കടം കൊണ്ടുള്ള അപമാനത്തിൽ നീ മരിപ്പിക്കല്ലേ നാഥ. കടങ്ങൾ വീട്ടി അനുഗ്രഹിക്കണേ തമ്പുരാനെ. മറ്റുള്ളവരിൽ നിന്ന് വാങ്ങാതെ മറ്റുള്ളവർക്ക് കൊടുക്കാനുള്ള ധനശേഷിയും മനശേഷിയും നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ. നാഥ ഞങ്ങളുടെ സ്വീകരിക്കണേ തമ്പുരാനെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والأحياء منهم والأموات. اللهم أعز الإسلام والمسلمين. اللهم أعز الإسلام والمسلمين. اللهم أعز الإسلام والمسلمين. اللهم انصر أعمال المجاهدين في كل أماكن يا أرحم الراحمين. ربنا تقبل منا دعانا وتب علينا إنك أنت التواب الرحيم. وآخر دعوانا الحمد لله رب العالمين.